CBSE 10th ട്രയാങ്കിൾ എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് 2 poles 5 meter and 15 meter high are 100 meter apart. അതായത് 2 പോൾസ് ഉണ്ട്, 5 മീറ്ററിലും 15 മീറ്ററിലും 2 പോൾസ് ഉണ്ട്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി ലൈൻ ജോയിനിങ് ദ ടോപ്പ് ഓഫ് ഈച്ച് പോൾ ടു ദി ഫൂട്ട് ഓഫ് ദി ഓപ്പോസിറ്റ് പോൾ. അതായത് ഇതിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ അതെവിടെ വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പോൾസ് വരുന്നുണ്ട്, അത് 5 മീറ്ററും 15 മീറ്ററും. അപ്പോൾ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 100. അതൊക്കെയാണ് നമുക്ക്, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് നോൺ ആയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് ഈ പോയിൻറ്റ്സിൻ്റെ ഒക്കെ കോർഡിനേറ്റ്സ് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്നത്, അതായത് 5 മീറ്റർ പോളിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് സി എന്ന് പറയുന്നത് 0 0 ഒറിജിൻ, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എ അവിടുന്ന് തന്നെ കിട്ടും. എന്ത് കിട്ടും? 0 5 എന്നുള്ള ഒരു കോർഡിനേറ്റ് കിട്ടും. ദെൻ അവിടുന്ന് 100 മീറ്റർ അപ്പാർട്ട് ആയതുകൊണ്ട് തന്നെ ഡി എയുടെ കോർഡിനേറ്റ് നമുക്ക് 100 0 എന്ന് കിട്ടും. അവിടെ നിന്നുള്ള എൻഡിങ് പോയിൻ്റ് നമുക്ക് ബി 115 എന്ന് കിട്ടും. അങ്ങനെ 4 കോർഡിനേറ്റ്സുകൾ അവിടെ നിന്ന് തന്നെ കിട്ടും. ഇത് വെച്ചിട്ട് നമ്മൾ 2 ലൈൻ നമുക്ക് കിട്ടുമല്ലോ, എയും ഡിയും അതേപോലെ ബിയും സിയും ജോയിൻ ചെയ്യുമ്പോൾ 2 ലൈൻസ് കിട്ടും. ആ 2 ലൈൻ്റെയും സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ലൈൻ ബി സി അല്ലെങ്കിൽ സി ബിയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. സ്ലോപ്പിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ, എം ഈസ് ഈക്വൽ ടു y2 - y1 x2 - x1. അതിട്ട് കഴിയുമ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? y ഈസ് ഈക്വൽ ടു mx. അപ്പോൾ എമ്മിൻ്റെ പ്ലേസിൽ നമ്മൾ ആ 3/20 എന്നുള്ള സ്ലോപ്പ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ദെൻ അടുത്തത് ലൈൻ എ ഡി എടുക്കുന്നു, അവിടെയും സെയിം എം കണ്ടുപിടിക്കുന്നു. അപ്പോൾ -1/20 എന്നുള്ളത് കിട്ടും. അവിടുന്ന് അവിടുത്തെ ഒരു ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു 5 - x/20 എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ദെൻ 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 3/20x ഈക്വൽ ടു 5 - x/20 എന്നുള്ളത് കിട്ടും. അത് നമ്മൾ സോൾവ് ചെയ്ത്, അല്ലെങ്കിൽ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, എക്സിൻ്റെ വാല്യൂ നമുക്ക് 25 എന്ന് അതിൽ നിന്ന് കിട്ടും. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ടു വൈ. അത് കൊണ്ടുവന്ന് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. y ഈക്വൽ ടു 3x/20 എന്ന് പറയുന്നൊരു ഇക്വേഷൻ 1 ഉണ്ടല്ലോ, അതിൽ ആ ഒരു എക്സിൻ്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 3.75. അതായത് ഹൈറ്റ് ഓഫ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എബവ് ദ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ നിന്നും ആ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിലേക്കുള്ള ഹൈറ്റ് നമുക്ക് 3.75 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ?